നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ മുന്നണിയിൽ CPI വേണോ അതോ PM ശ്രീ വേണോ? ഇനിയിപ്പോൾ അതിനൊരു തീരുമാനം എടുക്കേണ്ടത് നമ്മുടെ CPM ആണ്. ഇപ്പോൾ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ CPM തന്നെയാണ് ശരിക്കും പറഞ്ഞ ആകെ കുഴപ്പത്തിൽ ചെന്ന് ചാടിയിരിക്കുന്നത്. ഒരു തരത്തിലുള്ള അനുനയ നീക്കങ്ങളിലും നമ്മുടെ CPI വീഴുന്നില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി അടക്കം നേരിട്ട് സംസാരിക്കുകയും ഒരു അനുനയത്തിനുള്ള നീക്കങ്ങൾ നടത്തുമ്പോഴും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. ഇനി എന്താണ് ഇനി അടുത്തൊരു ഘട്ടം എന്ന് പറയുന്നത്? ഏതായാലും CPIനെ തള്ളി പറഞ്ഞുകൊണ്ട് PM ശ്രീയുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്കും തോന്നുന്നത്. ഒരിക്കലും പിരിയാത്ത ഇരട്ടക്കുട്ടികളെ പോലെ ഉള്ള CPM ഇപ്പോൾ വേർപിരിയുന്ന ഒരു വക്കിലേക്ക് എത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരിക്കലും പിരിയില്ല എന്ന് കരുതിയിരുന്നിടത്താണ് ഇപ്പോൾ വലിയൊരു വിള്ളലുകൾ ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടം മുതലേ ചെറിയ വിള്ളലുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ചുകൂടി വലുതായിരിക്കുന്നു എന്നുള്ളത്. ഇനി ഒട്ടിച്ചേർക്കാൻ പറ്റാത്ത തരത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയും ആ തരത്തിൽ തന്നെ ഉറച്ചു തന്നെ നിൽക്കുക. നമുക്ക് മുഖ്യമന്ത്രിയുടെ കാര്യം നമുക്കറിയാം. ഒരു കാര്യം അദ്ദേഹം ചെയ്താൽ അത് ചെയ്തേ ഞാൻ മടങ്ങൂ എന്നുള്ള ഇരട്ടച്ചങ്കൻ്റെ ആ ഒരു മനോഭാവം ഒരുപക്ഷെ ഇപ്പോൾ CPIക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ഭക്ഷ്യ സിവിൽ വകുപ്പ് നടത്തിയ ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി വന്നിരുന്നു. പക്ഷേ അതിൽ മില്ലുടമകളില്ല എന്നുള്ള കാരണത്തിൽ 5 മിനിറ്റ് കൊണ്ട് പരിപാടി അവസാനിപ്പിച്ച് ക്ഷുഭിതനായിട്ടും ഒക്കെ മടങ്ങുന്ന മുഖ്യമന്ത്രിയാണ് ഇന്ന് കാണാൻ കഴിഞ്ഞത്. അനിലായിരുന്നു, നമ്മുടെ സിവിൽ സപ്ലൈ മന്ത്രി അനിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ രാജനോടൊപ്പം തന്നെ ഇപ്പോൾ പ്രസാദ് നിന്നുകൊണ്ട് മന്ത്രി പദവി തന്നെ ഞങ്ങൾ ഒഴിയാൻ നിൽക്കുന്നു എന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. CPIക്ക് ഒരു ആദർശമുണ്ട്, അത് വിറ്റ് തൊലയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കേന്ദ്രത്തിൻ്റെ കാവ്യവൽക്കരണം ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് ഒത്താശ ചെയ്യാനും ചൂട്ടുപിടിക്കാനും ഞങ്ങൾ തയ്യാറല്ല എന്ന് 2 മന്ത്രിമാർ കൃത്യമായിട്ടും അത് അറിയിക്കുന്നുണ്ട്. അവർ ആ ഒരു ചൂടുമായിട്ട് നിൽക്കുന്നു. ബിനോയ് വിശ്വം ഇങ്ങനെ ആടി ഉലഞ്ഞ് നിൽക്കുന്ന ബിനോയ് വിശ്വത്തെ 8 നില കെട്ടിപ്പൂട്ടിയിരിക്കുകയാണ് CPIയിലെ അണികൾ ഉൾപ്പെടെ. എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായിട്ട് പറയുന്നുണ്ട് CPIഎമ്മിൻ്റെ ഈ ഒരു താന്തോന്നിത്തരം പിണറായിയുടെയും ശിവൻകുട്ടിയുടെയും മാത്രം സ്വന്തം കുത്തകയല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ആ ഒരു താന്തോന്നിത്തരത്തിന് ഞങ്ങൾ നിൽക്കില്ല, ഞങ്ങൾ ഇതിൽ നിൽക്കില്ല എന്ന് ഉറപ്പിച്ച് പറയുന്ന CPI ആണ് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നലെ ഒരു ചാഞ്ചാട്ടം ബിനോയ് വിശ്വത്തിനുണ്ടായിരുന്നു. ആ ചാഞ്ചാട്ടം ഇന്ന് കുറച്ച് ആട്ടമൊക്കെ അങ്ങ് നിൽക്കുകയാണ്. ഏതായാലും ഈ ഒരു പ്രതിസന്ധി ഇപ്പോൾ LDF ഒരു ഭാഗത്തും അയയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് വരുന്നത്. LDF പിളരും എന്നുള്ളതിൻ്റെ വക്കിൽ തന്നെ നിൽക്കുകയാണ്. പക്ഷേ മറുഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ CPI ഒരു CPMനെ പോലെ അത്ര ബൃഹത്തായ ഒരു പാർട്ടി ഇതൊന്നുമല്ല. പണ്ട് ഒരു കാലത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടുവാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാലും ജയിക്കുവാനോ സാധ്യമല്ല. ഒരു CPMൻ്റെ ഒരു പിന്തുണയില്ലാണ്ട് CPIക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. അങ്ങനെയെങ്കിൽ ഇവരുടെ തീരുമാനം ഏത് തരത്തിൽ ബാലിശമായി പോകുമോ എന്നുള്ളത് ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു. അത്രയ്ക്ക് പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് അടർന്നു പോകത്തക്ക രീതിയിലുള്ള ഒരു കടുകട്ടി തീരുമാനം എടുക്കത്തില്ല, പക്ഷെ കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുമെന്ന് ശിവൻകുട്ടിയെ കണ്ടതിന് ശേഷം ബിനോയ് വിശ്വം പറയുമ്പോഴും അവിടെ ഒരു പ്രതീക്ഷയാണ് ഒരു പക്ഷേ ഉണ്ടായിരുന്നത്. ഒരിക്കലും CPIഎമ്മിൽ നിന്നും CPIക്ക് വിട്ടു പോകണ്ട എന്നുള്ളത്. പക്ഷെ മുഖ്യമന്ത്രി വന്ന ആ ഒരു മുഖ്യമന്ത്രിയുടെ ഭാവം ഒരു പക്ഷേ ബിനോയ് വിശ്വത്തിനടക്കമുള്ള മറ്റ് CPI നേതാക്കൾക്ക് പിടിച്ചില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മൂശേട്ട സ്വഭാവം, അതായത് ഒരു കാലത്തും ഞങ്ങൾ PM ശ്രീ ഇന്ന് മാറില്ല എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാം. ശിവൻകുട്ടി ചില ലേഖനങ്ങൾ ദേശാഭിമാനി പോലുള്ള പത്രങ്ങളിൽ എഴുതുക, ഇതൊരു വെറുതെ രാഷ്ട്രീയ വിവാദമാക്കാൻ മനഃപൂർവ്വം CPI എടുക്കുന്നു എന്നുള്ള തരത്തിൽ വീണ്ടും CPIയെ പ്രകോപിപ്പിക്കുന്ന തരത്തിലാണ് പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രിയും ചെയ്യുന്നത്. ഇതൊരു പക്ഷേ CPIക്ക് കുറച്ചുകൂടെ ചുടിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഇതും കൂടെ ആയപ്പോഴത്തേന് കുറച്ചുകൂടി അത് നീരസം കുറച്ചുകൂടി വർദ്ധിച്ചിരിക്കുകയാണ്. ഇനി നാളെ മന്ത്രിസഭാ യോഗം ബഹിഷ്കരിക്കും എന്നുള്ള രീതിയിലാണ് CPI നിൽക്കുന്നത്. അങ്ങനെ ബഹിഷ്കരിച്ചാൽ എന്താകും അവസ്ഥ എന്നുള്ളത് നമുക്കറിയത്തില്ല. ഏതായാലും ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ നടപ്പിലാക്കില്ല എന്ന് CPI ഉറപ്പിച്ച് പറയുന്നു. ഇനി PM ശ്രീ പദ്ധതി വന്നാൽ
ഉള്ള പ്രശ്നങ്ങൾ എന്തുള്ളതാണ് ചോദിക്കുന്നത്. കാവ്യവൽക്കരണം, പല ചരിത്രങ്ങളും മാഞ്ഞു പോക്കും അല്ലെങ്കിൽ പല സംഭവങ്ങളും ഗാന്ധിവധം ഉൾപ്പെടെ. അപ്പോൾ അതിൽ പറയുന്നത് ഗാന്ധിവധ ഉൾപ്പെടെ ഗാന്ധിയെ കൊന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ പാഠപുസ്തകത്തിൽ പറയുന്നു. പിന്നെ അതേപോലെ തന്നെ പല മുഗൾ ചക്രവർത്തിയുടെയൊക്കെ കാര്യങ്ങൾ മായ്ച്ചു കളഞ്ഞിട്ട് മറ്റുള്ളത് ഉൾപ്പെടുത്തുന്നു എന്നുള്ളത്. പക്ഷെ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഈ ഒരു CPIയുടെ ഈ ഒരു കടുംപിടുത്തം അത് അയക്കേണ്ടുന്ന സമയമായി. കാരണം അത് വെറും ഒരു കടുംപിടുത്തം തന്നെയാണ്. കാരണം ഇപ്പോൾ PM ശ്രീ പദ്ധതിയിലേക്ക് വരികയാണ്. ഇപ്പം നമ്മുടെ ചർച്ച അതല്ലെങ്കിൽ അതുകൂടി ഒന്ന് പറഞ്ഞു പോകണമല്ലോ. PM ശ്രീ പദ്ധതിയിലേക്ക് വരുമ്പോൾ നിരവധി കാര്യങ്ങൾ ഈ ഒരു പദ്ധതിയിലൂടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്റ്റേറ്റ് സിലബസാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പൊക്കി തൂക്കി എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ നിലവാരം പണ്ടൊക്കെ നല്ല നിലവാരമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ അതിൻ്റെ ഇത് ഗ്രേഡിങ്ങിനുമായിട്ട് ബന്ധപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഗ്രേഡിങ് കുറവായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് കുട്ടികൾ മറ്റു പല കാര്യങ്ങളിലേക്ക് മുൻപോട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ സമയത്ത് അവർ ഫെയിലറായി വരാൻ കാരണം എന്താണ്? അപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ചില പോരായ്മകൾ തന്നെയാണ്. പഠനം എന്നുള്ളത് എപ്പോഴും എന്താ പറയുന്ന ഒരു ഇതിനെ ചുറ്റിപ്പറ്റി തന്നെ ആയിരിക്കരുത്. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ചിലതൊക്കെ നല്ലത് തന്നെയാണ്. നമ്മൾ കണ്ടെത്തി പഠിക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. ഈ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ സ്പൂൺ ഫീഡിങ് അല്ല അതിൽ കണ്ടെത്തുക. പക്ഷെ അതിൽ നല്ല കാര്യങ്ങൾ വേണം. ഒരു ബേസ് ഇല്ലാണ്ട് കുട്ടികൾ എങ്ങനെയാണ് വായിക്കാനും എഴുതാനും അറിയാത്ത കുട്ടികൾ എങ്ങനെയാണ് അത് കണ്ടെത്തുക? ആദ്യം എനിക്ക് തോന്നുന്നു ഒരു 2ാം ക്ലാസ് വരെയൊക്കെ അവർക്ക് ആ ബേസ് നൽകി നന്നായിട്ട് വായിക്കാനും എഴുതാനും കൂടെ പഠിപ്പിക്കാൻ തക്ക രീതിയിൽ ചെയ്യണം. ഇത് പല കുട്ടികൾക്ക് എഴുത്തും വായനയും കുറവാണ്. അവർ കണ്ടെത്തുക, നിർമ്മിക്കുക, ഇതല്ലാതെ അവർക്ക് കൂടുതൽ അതിലേക്കില്ല. പിന്നെ ഈ പറയുന്നത് പോലെ ചിലതിന് ഒരു ചിട്ടയായിട്ടുള്ള ഒരു രീതിയല്ല എന്ന് ചില പുസ്തകങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നിലവാരത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. CBSE കുട്ടികളാണ് അല്ലെങ്കിൽ ICSE സിലബസ് പഠിപ്പിക്കുന്ന കുട്ടികൾ പല കാര്യങ്ങളും നമുക്ക് മുൻനിരയിൽ നിൽക്കുന്നത് കാണാം. എന്നാൽ സ്റ്റേറ്റിലെ കുട്ടികൾ അങ്ങനെ അല്ല എന്നുള്ളതല്ല പറയുന്നത്. പക്ഷേ അവരൊരു ഹയർ എഡ്യൂക്കേഷൻ ലെവലിലേക്ക് വരുമ്പോഴത്തേനും അവർ കുറച്ച് പിന്നോട്ട് പോകുന്നത് നമ്മൾ കാണാൻ സാധിക്കുന്നത്. CBSE കുട്ടികൾ കുറച്ച് മുൻപന്തിയിലും ICSE സിലബസ് കുട്ടികളും മുൻപന്തിയിൽ നിൽക്കുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? അവിടുത്തെ ചിട്ടയായിട്ടുള്ള പഠന രീതി ഒരു പക്ഷേ പുസ്തകങ്ങൾ എന്നതിനപ്പുറം അവർക്ക് ചിട്ടയായിട്ട് കൊടുക്കുന്ന ചില രീതികളാണ്, ചില അഡീഷണൽ സബ്ജക്റ്റുകളാണ്. അപ്പോൾ അത് എന്തുകൊണ്ടും നല്ലതാണ്. ഇപ്പോൾ CBSE കേന്ദ്ര സർക്കാരിൻ്റെ ഇതിൽ തന്നെ ഉൾപ്പെടുന്നതാണല്ലോ, NEP ആണല്ലോ. അപ്പോൾ ഈ പറയുന്നത് പോലെ ആ രീതിയിലേക്ക് വളർത്തിയെടുത്താൽ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനം കുറച്ചുകൂടി വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി കരുത്ത് ആർജിക്കും. പിന്നെ ഈ പറയുന്ന കാവ്യവൽക്കരണം സത്യസന്ധമല്ലാത്ത കാര്യത്തിന് അന്ന് പരിശീലിക്കാവുന്നതേ ഉള്ളൂ. ഈ പറയുന്നോണം കുട്ടികൾ ഒരിക്കലും കേന്ദ്ര സർക്കാരിന് ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനമല്ല ഈ പറയുന്ന പാഠ്യപദ്ധതി കാവ്യവൽക്കരണം. അവിടെ ഗാന്ധിജി കൊല്ലപ്പെട്ടു, ഈ പറയുന്ന എന്തോ വേറെ ഏതോ വാക്ക് കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാക്ക് എന്തോന്ന് ഉപയോഗിച്ചത്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതേപോലെ മുഗൾ ഭരണകാലത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ ദ്രോഹിച്ച ഒരു രാജാവിൻ്റെ അല്ലെങ്കിൽ ഒരു ചക്രവർത്തിയുടെ ഇത് പഠിക്കുന്നതിനേക്കാളും മറ്റെത്രയോ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ചക്രവർത്തിമാർ, രാജാക്കന്മാർ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സേനാധിപതികൾ, അങ്ങനെ നിരവധി ചരിത്രങ്ങൾ ഇനിയും നമ്മൾ പഠിക്കാനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചരിത്രങ്ങൾ പഠിക്കട്ടെ. അത് ഇപ്പോൾ ഈ പറയുന്നതാണ് സവർക്കർ ആണെങ്കിലും സവർക്കറുടെ എന്താണോ സവർക്കർ അത് ശരിയും തെറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ, അതെല്ലാം പഠിക്കട്ടെ. എന്തായാലും സത്യം മറച്ചു വെക്കേണ്ട കാര്യമില്ല. സത്യം എന്താണോ ചരിത്രം അത് കുട്ടികൾ പഠിക്കട്ടെ, ആവശ്യമുള്ളത് ഏറ്റെടുത്ത് പഠിക്കട്ടെ. ഇതിപ്പോൾ മോദി മാത്രമല്ലല്ലോ ഈ സിലബസ് അടിച്ച്, മോദിയുടെ ഇതിലല്ലല്ലോ നിൽക്കുന്നത്. ഇതിന് ഈ പറയുന്ന വിവരമുള്ളവരും വിവേകമുള്ളവരും രാജ്യത്തുള്ളവരാണല്ലോ ഇത് പഠിപ്പിക്കുന്നത്. അതൊരു കാവ്യവൽക്കരണം ഉണ്ടാക്കുന്നു എന്നുള്ള രീതി തെറ്റായ രീതിയാണ്. അതിനെതിരെ നമുക്ക് അന്ന് ജനം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ. ഈ പറയുന്നത് പോലെ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതിപക്ഷം BJP അതിന് ശേഷമല്ലേ ഉണ്ടായത്. അപ്പോൾ ആ പ്രതിപക്ഷം ഇന്നും കോടാനുകോടി ഈ പറയുന്ന കോടിക്കണക്കിന് ജനങ്ങൾ, ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം ഇപ്പുറത്തുണ്ട്. അപ്പോൾ ഈ കോടിക്കണക്കിന് ജനങ്ങളും ഈ പറയുന്നോണം ഈ കാവ്യവൽക്കരണം ഏറ്റെടുക്കാൻ തയ്യാറാണോ? അല്ല, രക്ഷകർത്താക്കൾ അതിനെതിരെ പ്രതികരിക്കും. അതവിടെ നിൽക്കട്ടെ.
ഇനി ഈ പറഞ്ഞതുപോലെ PM-ശ്രീ പദ്ധതി വരികയോ വരാതിരിക്കുകയോ അത് സർക്കാരിൻ്റെ ഇപ്പോൾ ധാരണാപത്രത്തിൽ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് പറയാം ഇനി അത് ആലോചിച്ച് ചിന്തിച്ചൊക്കെ ചെയ്യാൻ പറ്റും. അത് എന്തൊരു ഇതാണ്, തെറ്റായ സന്ദേശമല്ലേ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഇത് 2024 ഇവർ പ്ലാൻ ചെയ്തു ഈ പദ്ധതി. 2024 പ്ലാൻ ചെയ്ത സംഗതി ജനത്തിൻ്റെ മുന്നിൽ ഇവർ വേറൊരു രീതിയിൽ നിന്നു, കാവ്യവൽക്കരണം ഞങ്ങൾ അനുവദിക്കത്തില്ല എന്ന്. അപ്പോഴും അവരിത് ഈ പറയുന്ന ധാരണയിലെത്തി. ഇപ്പോൾ അമിത്ഷായെ ചെന്ന് കണ്ടു, അതിന് ഏകദേശം എഗ്രിമെൻ്റായി തിരിച്ചു വന്നു, ഒപ്പ് വെച്ചിട്ട് മന്ത്രിസഭ കൂടിയിട്ട് അനങ്ങണമല്ല. ഈ മുഖ്യമന്ത്രിയും ശിവൻകുട്ടി അനങ്ങിയിട്ടില്ല, വിദ്യാഭ്യാസ മന്ത്രി. അപ്പം ഇവർ രണ്ടുപേരും കൂടെ മാത്രം ചേർന്നെടുത്ത തീരുമാനം, അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ചോദ്യം ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ആ തീരുമാനം എടുത്തു, എന്ത് സമ്മർദ്ദമാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അജണ്ട ഇതിനിടയിലുണ്ടോ എന്നുള്ള സംശയമാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ഉന്നയിക്കുന്നത്. അവിടെയാണ് ചോദ്യം ചെയ്യേണ്ടത്. ഇപ്പോൾ CPI ഇപ്പോൾ ഇത്തരത്തിൽ ഒരു PM-ശ്രീ കൊണ്ടുവന്ന് ഒപ്പിടുക, അതിന് മാത്രമല്ല അവർ ചോദ്യം ചെയ്യേണ്ടത്. ഏത് ധാരണയുടെ പുറത്താണ് നിങ്ങൾ ഒപ്പിട്ടത്, എന്തുകൊണ്ട് മറ്റുള്ള ആരും അറിയാണ്ട് രഹസ്യമായി ഇത് ഒപ്പിടാൻ ഉള്ള കാര്യമുണ്ടായി എന്നുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. ഏതായാലും ഇപ്പോൾ CPM ആ ഒരു LDF എന്ന് പറയുന്ന ഒരു സംഗതി പിളരുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. കാരണം ബിനോയ് വിശ്വത്തിന് പിണറായിയോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ബിനോയ് വിശ്വം മാത്രമല്ലല്ലോ CPI, ദേശീയ തലത്തിൽ തന്നെ ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും CPI, കേരള CPIയിൽ ഒരു പക്ഷേ ഇനി CPM-നോട് ചേർന്നോ വേണ്ടായോ എന്നുള്ളത്. ഏതായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സന്ദർഭത്തിൽ പിണറായി വിജയന് അയ്യപ്പ ശാപം ശരിക്കും ഏൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സ്വന്തം പാർട്ടി തന്നെ പിളരുന്ന അവസ്ഥയിലേക്ക്, അതായത് നട്ടുച്ചി തന്നെ പിളരുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്.